ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് സാമ്പാർ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള തുവരപ്പരിപ്പ് എടുത്ത് വെക്കാം. ഇതിപ്പം 1/2 കപ്പ് തുവരപ്പരിപ്പ് ഉണ്ട്. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് ഊറ്റി വെച്ചതാണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് കടലപ്പരിപ്പ് എടുക്കാം, അതിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു സാമ്പാറിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഈ സവാളയുടെ കൂടെ നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളി, അതുകൂടെ ഒരു 10 15 ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 വഴുതനങ്ങ, പിന്നെ പച്ചക്കായ, ചെറിയ പച്ചക്കായയാണ്, അതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചിരങ്ങയാണ്, അതിൻ്റെ തൊലിയൊക്കെ പീൽ ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ 2 കഷ്ണം ചിരങ്ങയുണ്ട്. ഇതിപ്പോൾ എനിക്ക് സാമ്പാർ കിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കില്ല, അങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. അതിനകത്തുള്ള പച്ചക്കറികളാണ്. പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഉണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ വെള്ളരി ഉണ്ടല്ലോ, വെള്ളരിക്കയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതും ഇതുപോലെ തൊലിയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ നടുവിലുള്ള അരിയൊക്കെ കളഞ്ഞിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. എല്ലാം തന്നെ വാഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു 2-3 കോവക്ക എടുത്തിട്ടുണ്ട്, ഒരു 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഒരു 3 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു പ്ലേറ്റിൽ അത്രയും വെജിറ്റബിൾസ് ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുമ്പം ഒത്തിരി അങ്ങോട്ട് ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മളത് കുക്ക് ചെയ്യുമ്പം അത് ഉടഞ്ഞിട്ട് ആ കഷ്ണങ്ങളൊന്നും കാണില്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രഷർ കുക്കറിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ സൈസൊക്കെ ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നാലേ നമുക്ക് കഷ്ണങ്ങളൊക്കെ കഴിക്കാനൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇത്രയും ഐറ്റംസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഞാൻ. ഈ ഒരു സൈസിനുള്ള ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്കുള്ള പച്ചക്കറികൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. ചിലർക്ക് കിഴങ്ങ് കൂടുതൽ ഇഷ്ടമായിരിക്കും, അങ്ങനെ ആകുമ്പോൾ കിഴങ്ങിൻ്റെ അളവ് കൂട്ടിയിട്ട് എടുക്കാം. അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് കൂട്ടിയിട്ടും ഇഷ്ടമില്ലാത്ത കുറച്ചിട്ടൊക്കെ എടുക്കാം. ഇപ്പോൾ സാമ്പാർ കിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മത്തങ്ങ, ചേന എല്ലാം ഉണ്ടാവും. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒഴിവാക്കാം. അപ്പോൾ ഞാനങ്ങനെ ഒഴിവാക്കിയതാണ്. പിന്നെ ഇത്രയും ഐറ്റംസ്, അതായത് ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ ഇതൊക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക, കോവക്ക അങ്ങനെയുള്ളതൊക്കെ. ഒന്നും ഒത്തിരി ചെറുതായിട്ട് നമ്മൾ തോരനൊന്നും വെക്കാനുള്ള പോലെ ഒന്നും കട്ട് ചെയ്തിട്ട് എടുക്കണ്ട കേട്ടോ. അത്യാവശ്യം നല്ല സൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് വലിയൊരു സവാള എടുത്തിട്ടുണ്ട്, വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയുള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളി, അതുകൂടെ ഉണ്ടെങ്കിൽ ഒരു 15 എടുക്കാം. അതുകൂടെ ചേർക്കുമ്പോൾ നല്ല കൊഴുപ്പ്, നല്ല ടേസ്റ്റുമാണ് സാമ്പാറിന്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ പ്രഷർ കുക്കർ എടുത്ത് സ്റ്റൗവിൽ വെക്കാം. ഇതിപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. നമ്മൾ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രഷർ കുക്കർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തുവരപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇത് പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ചേർക്കണം. അപ്പോൾ ഒരു പരിപ്പിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിന് ഒരു ബൗൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ വെള്ളം കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ട് പിന്നെ പച്ചക്കറി വേവിക്കുമ്പോൾ എന്തായാലും വെള്ളം ആഡ് ചെയ്യും. അപ്പോൾ കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല, കുറഞ്ഞു പോവാതെ നോക്കിയാൽ മതി. അത് അടിയിൽ പിടിക്കും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. പിന്നെ പറയാനുള്ളത്, നമ്മുടെ ചെറിയുള്ളി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറിയുള്ളി ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അതായത് തൊലി മാറ്റിയിട്ട് കട്ടൊന്നും ചെയ്യാതെ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം സാമ്പാറിന് പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം സാമ്പാർ വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ചെറിയുള്ളി തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പം ഈ ഒരു തുവരപ്പരിപ്പ് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനിയിപ്പം ചില തുവരപ്പരിപ്പിനൊക്കെ ഒന്ന് കൂടുതൽ വിസിൽ വേണ്ടി വരും, 2 വിസിലൊക്കെ വേണ്ടി വരും. പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ് തുവരപ്പരിപ്പ്, എങ്കിലും 1-2 വിസിൽ, അതിലേറെ ഒന്നും വേണ്ട കേട്ടോ. ഇതിപ്പം ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റീമൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇത് കറക്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് പച്ചക്കറിയുടെ കൂടെ കുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കുക്കായിട്ട് നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ സാധാരണ കുറച്ച് വേവുള്ളതാണെങ്കിലും അത് 1-2 വിസിൽ വെച്ചതിന് ശേഷം, ഇനിയിപ്പോൾ അല്ലാണ്ട് ഉടഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അത് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂടെ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം.
അപ്പം എല്ലാ പച്ചക്കറികളും തന്നെ ഇപ്പം ചേർക്കണ്ട. അതായത് ഇപ്പം ഉരുളക്കിഴങ്ങ്, അതുപോലെ കോവക്ക, അതുപോലെ വഴുതനങ്ങ, വെള്ളരി അതൊക്കെ ചേർക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും ഇപ്പം ചേർക്കണ്ട, അത് മാറ്റി വെക്കാം. ഇത് പെട്ടെന്ന് കുക്കാവും. ഈ പച്ചക്കറീൻ്റെ അത്രയും കുക്കിംഗ് ടൈം അതിന് വേണ്ട. അപ്പോൾ അത് നമുക്ക് ഇത് കുക്കായതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾ ചേന, മത്തങ്ങ അതൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനൊക്കെ അത്യാവശ്യം കുക്കിംഗ് ടൈം ഉണ്ടല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിലുള്ള ഉപ്പ് കൂടെ ചേർക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് സാമ്പാർ പൗഡർ ആണ്. അപ്പോൾ ഞാനിവിടെ ടോട്ടലായിട്ട് 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1.25 ടേബിൾ സ്പൂണോളം ഇപ്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൗഡർ ആണ്. നല്ല ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് ഈസ്റ്റേൺ ചേർക്കുമ്പം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പം ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഈ ഒരു പച്ചക്കറിയിൽ മിക്സ് ചെയ്ത് നോക്കുമ്പം പച്ചക്കറിയുടെ കുറച്ച് മുകളിൽ വെള്ളം നിൽക്കുന്ന അത്രയും മതി. ഒത്തിരി ആകുമ്പോൾ പിന്നെ നമ്മൾ പുളിവെള്ളം കൂടി ഒഴിക്കുമ്പം അത് ഒത്തിരി അങ്ങോട്ട് ലൂസായിട്ടുള്ളൊരു സാമ്പാറാവും. അപ്പോൾ വെള്ളം ചേർക്കുമ്പം അതിന് തൊട്ട് മുകളിൽ വെള്ളം നിൽക്കുന്ന അത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പുളി റെഡി ആക്കിയിട്ട് വെക്കണം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് പിഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റീമൊക്കെ കളഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യാണ്. ഇനി നമുക്ക് വീണ്ടും ഇത് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു വെണ്ടയ്ക്കയും അതുപോലെ തക്കാളിയും ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് മറ്റൊരു ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ചെറിയ പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ബാക്കിയുള്ള സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ടോട്ടലായിട്ട് 4 ടേബിൾ സ്പൂണോളം സാമ്പാർ പൗഡറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും 1.25 ടേബിൾ സ്പൂൺ നമ്മൾ പച്ചക്കറി കുക്ക് ചെയ്ത സമയത്ത് ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഈ ഒരു പാനിൽ ചേർത്തിട്ട് അതിനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കളറും ഒട്ടും ചേഞ്ച് ആവണ്ട, ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇത് ചൂടാക്കുന്നതിന് കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൂടെ ചേർക്കാം. അതിന് നിങ്ങൾക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ല കളർ കിട്ടും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് പിഴിഞ്ഞിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഞാനിപ്പം ഇതിലേക്ക് പിഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കണം. കായപ്പൊടി ഇല്ലേ, അതും കൂടെ ചേർക്കണം. അപ്പോൾ ഒരു 2-3 നുള്ള് മതി. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡയറക്റ്റ് പൗഡർ ചേർക്കുന്നതിനേക്കാളും, അതായത് നമ്മൾ സാമ്പാറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സാമ്പാർ പൊടി ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇങ്ങനെ പേസ്റ്റാക്കി ചേർക്കുമ്പം. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുത്തിട്ട് ചേർക്കുമ്പം. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ആ ഒരു തക്കാളിയും വെണ്ടയ്ക്കയും ഈ ഒരു സമയം കൊണ്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതാണ് പച്ചക്കറി വേവിക്കുന്ന സമയത്ത്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാം. പിന്നെ മിക്സ് ചെയ്യുമ്പം ഒത്തിരി അങ്ങോട്ട് കുത്തി ഉടച്ചിട്ട് കഷ്ണങ്ങൾ ഉടക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര അങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചെറിയ വെണ്ടയ്ക്കയുടെ കറി വെക്കുമ്പോഴൊക്കെ അങ്ങനെ ചേർക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ഫൈനലായിട്ട് ഒരു ശർക്കരയുടെ പീസ് കൂടെ ചേർക്കുമ്പം. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല കളർ നമ്മുടെ സാമ്പാറിന് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം റെഡ് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ സാമ്പാറിന് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈമിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇല്ലായിരുന്നു. അതുകൊണ്ട് സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എങ്കിലും നല്ല കളർ കിട്ടും. അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ സാമ്പാർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്ന ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെക്കുക. എപ്പോഴാണോ നമ്മൾ കഴിക്കാണ്ട് ആ സമയത്ത് നമുക്ക് സെർവ് ചെയ്താൽ മതി. പിന്നെ സാമ്പാറൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ വെച്ചുകൊണ്ടിരിക്കും തോറും ടേസ്റ്റ് നന്നായിട്ട് കൂടും. സാമ്പാർ അതുപോലെ മോരുകറിയൊക്കെ നമുക്ക് ഇഡ്ഡലിയിലേക്കും ദോശയിലേക്കും അതുപോലെ ചോറിലേക്കൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് സാമ്പാർ ട്രൈ ചെയ്തിട്ട് നോക്കുക പ്രഷർ കുക്കറിൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. പിന്നെ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.